നിനക്ക് ഈ പേരിട്ട് ശ്രീലക്ഷ്മി അറക്കൽ. നിനക്ക് ഉളുപ്പുണ്ടാ? 24 ന്യൂസിൽ വന്നിട്ട് ചിലക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പും മാനുണ്ടാ? നീ എന്തറിഞ്ഞിട്ടാ ചിലക്കുന്നത്? മറ്റേ തുള്ളിച്ചിക്ക് വേണ്ടിയിട്ട് തുള്ളിച്ചി മുല കാണിച്ച് മുട്ടിയിട്ട് ഓനെ കൊല്ലുകയും ചെയ്ത്. എന്നിട്ട് നിന്നെ പോലെ തന്നെ ഓളു, ഇനിയും ഓളു ഒരേ പോലെ തന്നെ. പിന്നെ ഇനി നാളെ പിറ്റേന്ന് പറയോ അവൾ അങ്ങനെ പറഞ്ഞു ഇവൾ ഇങ്ങനെ പറഞ്ഞു. ഇനി എന്റെ സ്ഥലം ഓർത്ത് വെച്ച, എന്റെ വീട് ഇരിട്ടിയാന്ന്, കണ്ണൂരാന്ന് സ്ഥലം. ഞാൻ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ശ്രീലക്ഷ്മി അറക്കൽ എന്നു പേരായ അറപ്പുളവാക്കുന്ന വാക്കുകളുമായി അമ്മാനമാടുന്ന ആ സ്ത്രീയുടെ ഒരു വോയിസാണ് പുറത്തു വന്ന് നമ്മെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സിംജിത ചെയ്ത പ്രവൃത്തിയേക്കാൾ മോശം പ്രവൃത്തിയാണ് ഈ അറക്കൽ എന്ന് പറയുന്ന അറപ്പുളവാക്കുന്ന ഈ സ്ത്രീ ചെയ്തത് എന്ന് വേണം പറയാൻ. കാരണം ഫെമിനിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ എന്ന് പോലും ചിന്തിക്കുമാർ. ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ കാറുണ്ടായിട്ട് ബൈക്കുണ്ടായിട്ട് അതൊന്നും എടുക്കാതെ കുത്തിത്തിരുകി തിരക്കുള്ള ബസ്സിൽ കയറി ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട ജീവൻ്റെ ജീവിതത്തിൻ്റെ ഇരുതലയും മുട്ടിക്കാൻ പാടുപെട്ട് അല്ലേ, എന്തെങ്കിലും ജോലിക്ക് വേണ്ടി കുടുംബം പുലർത്താൻ ഇറങ്ങി പുറപ്പെട്ട നോക്കൂ. മര്യാദക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ അമ്മിഞ്ഞ കൊണ്ട് ഉരസി എന്നിട്ട് ചീത്തപ്പേരുണ്ടാക്കി അത് അപ്പോൾ തന്നെ വീഡിയോകളെടുത്ത് 1 അല്ല 2 അല്ല 3 അല്ല 7 വീഡിയോകളാണ് ഈ പിശാചിനിയായിട്ടുള്ള ഈ സിംജിത എടുത്തത്. ഇന്ന് മാത്രമല്ല, എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല എന്ന ചോദ്യത്തിന് പരാതിക്ക് പകരം ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വൈറലാക്കുക. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ റീച്ചിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുക എന്ന ഒരു തമ്മാടിത്തരം പട്ടിഷോ കാണിച്ചുകൊണ്ട് ഈ പെണ്ണ് ആലോചിച്ച് നോക്കൂ, ഇത്രയും വൃത്തികെട്ട നോക്കൂ. സ്വന്തം വീട്ടിൽ ആങ്ങളമാരില്ലേ ഇവളെ നിലക്കു നിർത്താൻ മാത്രമല്ല വേറെ ആരാണുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സഹോദരി സങ്കടത്തോടെ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സ്ഥലോ ഇനി എന്റെ പേരിൽ കേസ് കൊടുത്താലും വേണ്ടില്ല. ഇതിനു വേണ്ടിയിട്ട് കേസ് കൊടുത്താൽ എനിക്ക് ഒരു പേടിയുമില്ല. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടാവും. ആ ഒരു അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നാല് ഇനി എന്താക്കൂ? ഇനി അപ്പാടങ്ങ് പറയുവോ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുവോ? ഉളുപ്പ് വേണേ ലേശോ. ഉളുപ്പ് മാനുണ്ടെങ്കിൽ ഇനി വന്ന് കുത്തിരുന്ന് 24 ന്യൂസിൽ വന്നിട്ട് ഇങ്ങനെ ചിലക്കാൻ നോക്കൂല. മനസ്സിലായ? ഒരു അമ്മേന്റെ വേദന ഇനി മനസ്സിലാക്കണം. എന്തായി പറയുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സഹോദരിമാരുടെ രോഷപ്രകടനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്നത്. ഈ തിന്മകൾ ഈ ഒരു ഭാഗത്ത് തമസ് കൊണ്ട് നമ്മൾ നിറഞ്ഞാടുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് പ്രകാശം തരുന്ന വാക്കുകളാണ് ഈ സഹോദരി നടത്തുന്നത്. ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള സഹോദരിമാരാണ് ഈ പറയുന്ന സ്വന്തം സമൂഹത്തിൽപ്പെട്ട അഥവാ വർഗത്തിൽപ്പെട്ട സ്ത്രീ ഫെമിനിസ്റ്റ് നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങളെ ന്യായീകരിക്കുന്ന എന്തു പറയുന്ന തൊഴിലാളിയാണത്. ആ ന്യായീകരണ തൊഴിലാളിക്ക് കണക്കറ്റ് കൊടുത്തു. കുറച്ച് സമയം കൊണ്ടാണെങ്കിലും നോക്കൂ, അങ്ങേയറ്റം ഇംഗ്ലീഷ് കൊണ്ടും മലയാളം കൊണ്ടും അമ്മാനമാടി വാക്കുകൾ പറയുന്ന ഈ സിംജിതയെ കണ്ടം വഴി ഓടിക്കുന്നതിന് ഇവരുടെ സാധാ വാക്കുകൾ കൊണ്ട് തന്നെ ഈ സഹോദരിക്ക് കഴിഞ്ഞു എന്നതാണ് ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച. അതൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ്. ലോകത്ത് സത്യം ഇല്ലാതായിട്ടില്ല, സത്യം നശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ തിന്മയ്ക്കെതിരെ അഥവാ ലോകത്ത് മൊത്തം തിന്മ നിറഞ്ഞാടുമ്പോഴും ആ തിന്മയ്ക്കെതിരെ കൈ ചൂണ്ടാൻ അഥവാ തൻ്റെ നാവുകൾ ഉരിയാടാൻ വ്യക്തമായ രീതിയിൽ രംഗത്ത് വന്നു ഈ സഹോദരി. അതുകൊണ്ട് തന്നെ ഈ സഹോദരിക്ക് ഈ കേരള മക്കളുടെ 1000 പൂച്ചെണ്ടുകൾ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഗർജിക്കുന്ന അഥവാ റാണി ലക്ഷ്മിബായിയെ പോലെ തിന്മയ്ക്കെതിരെ അഥവാ സായുധയായ ആ വാക്കുകൾ തീർച്ചയായിട്ടും ആയുധം കൊണ്ട് മുറിവിനേക്കാൾ ആ വാക്കുകൾ കൊണ്ട് ഉശിരുള്ള വാക്കുകളാണ് ആ സഹോദരി പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. വല്ലാത്ത ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇവൾ ഗൾഫിലായിരുന്നു, അവളുടെ ഭർത്താവ് മുസ്തഫയാണ് എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം ജയിലിനകത്ത് അവർക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ലെന്ന് പരാതി. അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെയെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പം ആരുമില്ല, കൂടെ ആരുമില്ല. ഒറ്റയ്ക്ക് കൊതുകടിയേറ്റ്
ഉണ്ടതെന്ന് ജയിലിൽ കിടക്കേണ്ട ഗതിയാണ്. മാത്രമല്ല UDF പ്രവർത്തക എന്ന നിലക്ക് ഭരണകക്ഷിയിൽ നിന്ന് തിരുനോട്ടമൊന്നും ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉണ്ട തിന്ന് ഉരുകിത്തീരേണ്ടി വരും ഈ സിംജിത. മാത്രമല്ല 5-10 കൊല്ലം ന്യായമായും ഒരു കോടതിയിൽ നിന്ന് വിധി വരികയാണെങ്കിൽ ഒരു 10 കൊല്ലത്തോളം ഉണ്ട വിഴുങ്ങി വയറ് വീർപ്പിച്ച് പുണ്ണാക്കി ഈ സ്ത്രീ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചേ മടങ്ങൂ എന്ന ഒരു സന്ദേശം കൂടെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അത്രമാത്രം ശക്തിമത്തായിട്ടുള്ള കൊടും ക്രൂരതയാണ് ഈ പറയുന്ന നാടകക്കാരി, ഈ റീൽസുകാരി ചെയ്തു വച്ചിട്ടുള്ള ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തി എന്ന് നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഒരു പെണ്ണ് വളർന്നുകൂടാ, വന്നുകൂടാ, സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ. അവരെ എന്താ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ കള നുള്ളിക്കളയണമെന്ന് പറഞ്ഞതുപോലെ മുട്ടിലെ അത് പൊട്ടിച്ചു കളയണമെന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള നരാധമകളായ സ്ത്രീ ഏത് വർഗത്തിലായാലും ഏത് വിഭാഗത്തിലായാലും ജാതിമത ഭേദമന്യേ ഈ നരാധമയ്ക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. പക്ഷേ അവൾ പ്രതീക്ഷിക്കുന്നത് എനിക്ക് മുസ്തഫ അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാകും, കാരണം എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അമ്മാനമാടുന്ന വാക്കുകൾക്ക് മുമ്പിൽ വീണു പോകുന്ന പുരുഷന്മാർ ഒട്ടനേകം എനിക്ക് ലഭിക്കുമെന്ന ഒരു തോന്നലും മാത്രമല്ല, അതുകൊണ്ടാണല്ലോ അവളുടെ പട്ടിഷോയുടെ ഭാഗമായി സാധാരണ രീതിയിൽ സ്വന്തം നിലക്ക് സാധാരണ രീതിയിൽ പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട സ്ത്രീക്ക് കിട്ടിയ പരിഗണന VIP പരിഗണന എന്ന രീതിയിലുള്ള ഒരു പ്രൈവറ്റ് കാർ, ഒരു മുതലാളിയുടെ പ്രൈവറ്റ് കാറിൽ അവൾ കടന്നു വന്നാണ്. ആലോചിച്ച് നോക്കൂ, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നിൽ കളിച്ച കളികൾ, പിന്നാമ്പുറ കളികൾ പലരുമുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവരണം എന്നാണ്. മാത്രമല്ല ഈ എന്താ പറയുക, ഈ ഇത്രയും മനുഷ്യാവകാശ ദംശനം ഇത്തരത്തിൽ വൈറലാക്കിയത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതല്ലാതെ ഇവിടുത്തെ പത്രങ്ങളല്ല, ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ്, ചാനലുകൾ പോലുമല്ല. ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ് ഇത് ഇത്രയും വലിയ രീതിയിൽ വൈറലാക്കിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ സ്ത്രീയുടെ അമ്മിഞ്ഞ യുരസാൻ തക്ക നേരം കാത്തിരുന്ന് അവൾ എന്തെല്ലാം പ്ലാൻ ചെയ്താണ് ആ ബസ്സിൽ വന്നു കയറിയത്. ആലോചിച്ച് നോക്കൂ, മണിക്കൂറുകളോളം സമയമെടുത്ത് വീഡിയോ ചെയ്തത് ഇപ്പോൾ അത്ഭുതപ്പെടുത്തുമാറ്. ഇപ്പോൾ നോക്കുമ്പോൾ കേവലം ആ 7 വീഡിയോകളും കൂടെ വെട്ടിക്കളഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കേവലം ഒരു 8-9 സെക്കൻഡ് മാത്രമാക്കി മാറ്റിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഇവൾക്കറിയാം. പണ്ട് തന്നെ സുനിത ദേവദാസ് ആദ്യത്തെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, നോക്ക് എവിടെയാണ് നീ അൺഎഡിറ്റഡ് വീഡിയോ പുറത്തുവിടണം എന്ന് അവർ പറഞ്ഞു. അത് വലിയൊരു പ്രസക്തമായ വാക്കായിരുന്നു. സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീ തന്നെയാണ് യഥാർത്ഥത്തിൽ സുനിത ദേവദാസ്. പക്ഷേ നീതിയുടെ പറ്റത്ത് ഉറച്ചു നിൽക്കാൻ അല്പം കഴിവുമുള്ള പാദങ്ങൾ നീതിയുടെ പറ്റത്ത് ഉറപ്പിച്ചു നിർത്തിയ ഒരു വനിതാ ദേഹമാണ് യഥാർത്ഥത്തിൽ സുനിത ദേവദാസ്. ആ സുനിത ദേവദാസ് ഈ പറയുന്ന സിംജിതയുടെ ഈ പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആ സ്ത്രീയോട് വെല്ലുവിളിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, എഡിറ്റഡ് വീഡിയോ നീ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അത് പുറത്തുവിട്ടാൽ എല്ലാ കാര്യവും പൊളിയുമല്ലോ. എന്താ കാരണം? എഡിറ്റ് ചെയ്യാതെ കൊണ്ടുപോയി വെച്ചിട്ടുള്ള കുറേ വീഡിയോകളുണ്ട് അവൾക്ക്. തക്കത്തിനും തരത്തിനും നോക്കി വൈറലാക്കി കൊണ്ടുവന്ന് 10,000 ഫോളോവേഴ്സിനെ ലക്ഷങ്ങളാക്കി മാറ്റുന്നതിനുള്ള അവളുടെ കുടില തന്ത്രമാണ്. സർവശക്തനായ ദൈവം ഇടപെട്ട്, അള്ളാഹു ഇടപെട്ട് മർദ്ദിത മനസ്സിൻ്റെ തേട്ടം ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്? ആ ദീപകി എന്ന് പറയുന്ന സഹോദരൻ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് വേണം ആ പ്രായമായ ആ മാതാപിതാക്കൾക്ക് ദിവസം എണ്ണി നീക്കാൻ. ആ പാവപ്പെട്ട മാതാപിതാക്കളെ കണ്ണുനീര് പോലെ ഈ സിംജിതയ്ക്ക് കാലാകാലം ഭൂമിയിൽ നിന്ന് ഇല്ലാതായിപ്പോയി. ഇനി ഇവൾ എത്ര തന്നെ ദൈവത്തോട് മാപ്പ് ചോദിച്ചാലും മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യനോട് ചെയ്ത തെറ്റ് മനുഷ്യനോട് മാപ്പ് ചോദിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായിയാണ് ഈ സിംജിതയും ഞാനും. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് അപമര്യാദയായി പെരുമാറിയാൽ ആ അപമര്യാദയായി പെരുമാറപ്പെട്ടവനോട് മാപ്പ് ചോദിക്കണമെന്ന് നോക്കണം. അതല്ല അവൻ്റെ തൃപ്തിയിലല്ലാതെ മരിച്ചു പോയാൽ ജഹന്നം, അതാണ് നരകം മാത്രമായിരിക്കും അവൾക്ക് ലഭിക്കുക എന്ന് പഠിപ്പിച്ച ആ മഹത്തായ മതത്തിൻ്റെ അനുയായിയായിട്ട് പോലും അവൾക്ക് ഫെമിനിസം തലയിൽ പിടിച്ചപ്പോൾ അവൾക്ക് തോന്നിയത് എന്താണ്?
ഫെമിനിസം അവളെ എന്തിലേക്കാക്കി? അവളെ കൂടുതൽ റീച്ച് കിട്ടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവൾ തോന്നിവാസങ്ങൾ ചെയ്തു. എന്തിനും കയ്യറപ്പില്ലാതെ എന്തും പ്രവർത്തിക്കാനും പറയാനും കെൽപ്പ് കാണിക്കുന്ന ഇത്തരത്തിലുള്ള കൃമികളെ ന്യായീകരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് കൊടുത്ത മറുപടിയാണ് ഏറ്റവും ലോക ശ്രദ്ധയാകർഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സിംജിതമാരെയും ശ്രീലക്ഷ്മിമാരെയും ഈ മലയാളക്കര ആട്ടിയോടിക്കുകയും പരിഹസിച്ച് തള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.